നമസ്കാരം. ഇന്ന് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും കഴിഞ്ഞ വീഡിയോയിൽ ആക്ച്വലി നമ്മൾ ജേർണി ഓഫ് ദ സോൾസ് എന്ന ബുക്കിനെ കുറിച്ചായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. ഡോക്ടർ മൈക്കൽ ന്യൂട്ടന്റെ ബുക്കിനെ കുറിച്ചായിരുന്നു. ആത്മാവിന്റെ യാത്ര എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ. അദ്ദേഹം ഹിപ്നോതെറാപ്പി സെഷനിലൂടെയൊക്കെയും നിയർ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ നിരവധി പേരുടെ അനുഭവങ്ങളിലൂടെയും ഒക്കെ നടത്തിയ പഠനത്തിലാണ് ജേർണി ഓഫ് സോൾസ്, ഒരു ആത്മാവ് മരണശേഷം തന്റെ യാത്ര എങ്ങനെയാണ് അടുത്ത ജന്മങ്ങൾക്ക് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ബുക്കിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. അത് വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഒരു കുറച്ചും കൂടെ അത് ഇൻഡെപ്തില് കാര്യങ്ങൾ അറിയണം എന്ന് പലരും കമന്റ്സ് ഇട്ടത് കൊണ്ട് ലൈക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് വീണ്ടും കുറച്ചും കൂടെ ഡെപ്ത് അത് ഇടുന്നുണ്ടാവും. ഒരു വീഡിയോ കൂടെ ചെയ്യും. അതിനു മുന്നേ നമ്മൾ നിരവധി ജന്മങ്ങൾ, അതായത് അനവധി തവണ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ടോ എന്നുള്ളതിന് ഒരു ഒരു എത്ര നമ്മള് ജനിക്കുന്നുണ്ട് എന്ന് പല സ്ക്രിപ്റ്റേഴ്സിൽ എഴുതിയിരുന്നാലും നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. ഇത് സത്യം തന്നെയാണോ? എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ ഒന്നും ഓർമ്മയില്ലാത്തത് എന്നൊക്കെ നമുക്ക് എപ്പോഴും ചിന്തയുണ്ടാവും. റൈറ്റ്? ഇതെല്ലാവർക്കും ഉള്ള ചിന്തയാണ്. എല്ലാവർക്കും ഉള്ളത്. ലൈക്ക് ലൈക്ക് ഭാഷ വ്യത്യാസം ഇല്ലാതെ, ജെൻഡർ വ്യത്യാസം ഇല്ലാതെ, മതത്തിന്റെ വ്യത്യാസം ഇല്ലാതെ. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. അപ്പൊ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം ഇല്ലാതെ പലർക്കും ഉണ്ടാവുന്ന സംശയം തന്നെയാണ്, നമ്മൾ ശരിക്കും നിരവധി തവണ ജനിക്കുന്നുണ്ടോ? അങ്ങനെ ജനിക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഓർമ്മയില്ലാത്തത്? എന്തുകൊണ്ടാണ് എന്റെ പഴയ ലൈഫൊന്നും എനിക്ക് ഓർമ്മ വരാത്തത്? എന്നാൽ പഴയ ലൈഫ് ഓർമ്മ വന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? പിന്നീടുള്ള അവരുടെ ലൈഫ് എങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ആകാംക്ഷയുണ്ടാവും. ഈ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ഈ ലൈക്ക് പൂർവ്വജന്മങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് ഇത്തരം ആകാംക്ഷകളൊക്കെയും ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങോട്ട് പറയുന്നത് ലൈക്ക് പൂർവ്വജന്മങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു തുറന്ന മനോഭാവത്തോടു കൂടി അന്വേഷിക്കുന്നവർ കണ്ടാൽ മതി. അല്ലാതെ ലൈക്ക് ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഫേക്ക് ആണ് എന്നൊക്കെ പറയുന്നവർ കാണേണ്ടതില്ല. മീൻസ് വെറുതെ നിങ്ങളുടെ സമയമൊന്നും അസ്വസ്ഥതപ്പെടുത്തേണ്ടതില്ല. അനാവശ്യമായിട്ട് നിങ്ങളുടെ മനസ്സും കലുഷിതമാക്കേണ്ടതില്ല. only if you feel like ഞാൻ അന്വേഷിക്കട്ടെ, എന്തെങ്കിലും യാഥാർത്ഥ്യം ഇതിനകത്ത് ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കട്ടെ എന്ന് തോന്നുന്നവർക്ക് മാത്രം ഫർദർ ഈ വീഡിയോ കണ്ടാൽ മതി. റൈറ്റ്? ഫർദർ ഈ മീറ്റിംഗിലും ഇരുന്നാൽ മതി. പലരെയും സംബന്ധിച്ച് പൂർവ്വജന്മങ്ങൾ ഉണ്ട് എന്നറിയുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്. ചിലരെ സംബന്ധിച്ച് വളരെ ആശ്വാസം. അങ്ങനെ അസ്വസ്ഥത തോന്നുന്നവര് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോഴോ ഒക്കെ ടെൻഷനോ വിഷമമോ ഫീൽ ചെയ്യുന്നവരൊന്നും ഈ വീഡിയോ കാണേണ്ടതില്ല കേട്ടോ. എന്നാൽ ഐ എം ഓപ്പൺ ടു നോ വാട്ട് ഇറ്റ് ഈസ് എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ മാത്രം ഫർദർ കാണാം. ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഓൾഡ് സോൾസ് എന്ന ബുക്കാണ്. റൈറ്റ്, ദിസ് ഇസ് ദ ബുക്ക്. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാമോ? ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ? ഓൾഡ് സോൾ എന്ന ബുക്ക് ആക്ച്വലി ടോം ഷ്രോഡർ എഴുതിയതാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ ആരോടെങ്കിലും ഒക്കെ പറയാണ് പൂർവ്വജന്മം പുനർജന്മം എന്നൊക്കെ പറയുമ്പോ വീട്ടിലുള്ളവരൊക്കെ എന്താ പറയാ? കളിയാക്കാൻ തുടങ്ങും. ഇതൊക്കെ സത്യമൊന്നുമല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇത് വേറെ സമയമില്ലാത്തതുകൊണ്ട് വെറുതെ പറയുന്നതാണെന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചിന്തിച്ചിട്ടുള്ള ലൈക്ക് ഒരു ജേർണലിസ്റ്റ് എഴുതിയ ബുക്കാണിത്. ഓൾഡ് സോൾസ്, അതായത് കമ്പല്ലിംഗ് എവിഡൻസ് ഫ്രം ചിൽഡ്രൻ ഹു റിമെമ്പർ പാസ്റ്റ് ലൈഫ്. തങ്ങളുടെ പൂർവ്വജന്മങ്ങളെ ഓർക്കുന്ന കുട്ടികളുടെ വിത്ത് എവിഡൻസ്, ആ എവിഡൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ് ഓൾഡ് സോൾസ്. ഇത് ഇംഗ്ലീഷാണ്, ഭാഷ ഇംഗ്ലീഷിലാണ്. ആൻഡ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് ഒക്കെ വളരെ സിമ്പിൾ ഇംഗ്ലീഷ് തന്നെയാണ്, ആർക്കും വായിക്കാൻ കഴിയും.
കുറച്ച് പോയട്രിക് ഒക്കെ ആയിട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആർക്കും വായിക്കാൻ കഴിയുന്ന സിമ്പിൾ ഇംഗ്ലീഷിൽ തന്നെയാണ് ഈ ബുക്കും ഉള്ളത്. ഇദ്ദേഹം ആക്ച്വലി ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ആണ്, ടോം ഷ്രോഡർ. ഇയാൻ സ്റ്റീവൻസ് എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റ്, കനേഡിയൻ ആയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ്, തന്റെ 45 വർഷം, നിയർലി 45 ഇയേഴ്സ് ഇതുപോലെ ലൈക്ക് ഓർമ്മ വന്നവരെ, ലൈക്ക് പാസ്റ്റ് ലൈഫ് ഓർമ്മ വന്ന കൊച്ചു കുട്ടികളുടെ കാര്യങ്ങളൊക്കെയും അന്വേഷിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയ കുറെ കണ്ടുപിടുത്തങ്ങള് ഇത് യാഥാർത്ഥ്യം തന്നെയാണോ എന്ന് തിരിച്ചറിയണം. സ്റ്റീവൻസൺ ഡോക്ടറിന്റെ, അദ്ദേഹത്തിന്റെ സൈക്യാട്രിസ്റ്റിന്റെ കണ്ടുപിടുത്തങ്ങൾ യാഥാർത്ഥ്യം തന്നെയാണോ എന്ന് സംശയം തോന്നിയ ടോം ഷ്രോഡർ ജേർണലിസ്റ്റ് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാണ്. ഇതൊക്കെ സത്യം തന്നെയാണോ? അദ്ദേഹം ബുക്സിലൊക്കെ എഴുതിയിരിക്കുന്നതും ഓരോ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നതും, ഓരോ കുട്ടികൾ തങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഓർമ്മ വന്നു എന്നിട്ട് ആ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ, ഫേക്ക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഇദ്ദേഹം കൂടെ പോവാണ്. പെർമിഷൻ ചോദിച്ചിട്ട് ഇദ്ദേഹം കൂടെ പോവാണ്, ടോം ഷ്രോഡർ കൂടെ. ശരിക്കും ഒരു യുക്തിവാദിയുടെ, ലൈക്ക് ഇതൊന്നും വിശ്വസിക്കാത്ത ഒരു യുക്തിവാദിയുടെ കണ്ണുകളോട് കൂടിയാണ് ഈ ഒരു യാത്രയെ ലൈക്ക് ടോം ഷ്രോഡർ ആക്ച്വലി വിവരിച്ചിരിക്കുന്നത്. മീൻസ് ലൈക്ക് എല്ലാ കാര്യത്തിലും 2-3 വട്ടം ചിന്തിക്കാണ്. ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 വട്ടം ചിന്തിക്കാണ്. ലൈക്ക് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് കൺവിൻസ് ആയതിനു ശേഷം മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണത്. ഓക്കെ, അപ്പൊ നമുക്ക് ആരെങ്കിലും പറയാണ് ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആസ്ക് ദം ടു റീഡ് ദിസ് ആൻഡ് ഇത് വായിച്ചിട്ട് പറയാൻ പറയൂ, ഇതൊക്കെ ചുമ്മാതാണ് എന്ന് നിങ്ങളൊന്ന് തെളിയിക്കൂ എന്ന് പറയാൻ പറയും. നമുക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം വിത്ത് എവിഡൻസ് ആണ് ദേ ആർ ഷോയിങ് ഇറ്റ്. റൈറ്റ്, സോ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ദിസ്. ഓക്കെ, പാസ്റ്റ് ലൈഫ് അറിയുന്നതിലും, ലൈക്ക് സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? പാസ്റ്റ് ലൈഫ് ഉണ്ട് എന്ന് അറിയുന്നതിലുള്ള ബെനിഫിറ്റും ദോഷവും എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. പാസ്റ്റ് ലൈഫ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മരണത്തോട് ഭയമാണ്. പലർക്കും എന്ന് പറയുമ്പോൾ എനിക്കുൾപ്പെടെ മരണത്തോട് ഭയം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ നിരവധി വട്ടം ജനിക്കണു, ഓർ നമ്മളൊന്നും അന്യരല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇവിടെയുള്ള യുദ്ധങ്ങൾ അവസാനിക്കാൻ തുടങ്ങും. There will be end of wars. ശരിക്കും യുദ്ധം തന്നെ നിൽക്കാൻ തുടങ്ങും. എന്തിന്റെയൊക്കെ പേരിലാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന റിയാലിറ്റിയിൽ യുദ്ധം ഉള്ളത്? ദേശത്തിന്റെ പേരില്, ജെൻഡറിന്റെ പേരില്, ദൈവത്തിന്റെ പേരില്, എന്തൊക്കെ കാര്യങ്ങളുടെ പേരിലാണ് ശരിക്കും യുദ്ധമുള്ളത്? ഹേറ്റഡ്സ്, പരസ്പരമുള്ള വെറുപ്പ് മാറാൻ തുടങ്ങും. നമ്മൾ കൂടുതൽ കൈൻഡ് ആവാൻ തുടങ്ങും. ഇതൊക്കെയും ശരിക്കും പൂർവജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ട് എന്നറിയുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഒന്നിനോട് നമുക്ക് വല്ലാത്തൊരു വെറുപ്പോ ഒന്നും തോന്നില്ല. വിൽ ബി സോ പീസ്ഫുൾ. പുനർജന്മങ്ങൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ. അതേ സമയത്ത് നമ്മുടെ പഴയ പൂർവജന്മങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഇപ്പോഴുള്ള അവസ്ഥയും പണ്ടുണ്ടായിരുന്നു. ലൈക്ക് പഴയ ഞാൻ എന്നൊരവസ്ഥ. ദെൻ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അതുപോലെ പഴയ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ ജന്മങ്ങളിൽ അനുഭവിച്ച ട്രോമാസ്, ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ ഉണ്ടെങ്കിൽ ആ ട്രോമാസ് ഹീൽ ചെയ്തിട്ടില്ല എങ്കിൽ ആ ട്രോമാസ് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് വല്ലാത്തൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. സോ ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൂടുതലെന്ന് മാത്രമല്ല, നമുക്ക് ആക്ച്വലി ഈ കടന്നുപോയവരുടെ, മീൻസ് ഈ ലൈഫിലൂടെയൊക്കെ ഇത്രയും അവസ്ഥകളിലൂടെ കടന്നു പോയവരുടെ ജീവിതം നോക്കിയിട്ട് നമുക്കൊന്ന് ആനലൈസ് ചെയ്യാം. ഓക്കെ, ശരി. ഇന്ന് ഞാനൊരു 3 പേരുടെ സ്റ്റോറീസ് മാത്രമാണ് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ധാരാളം സ്റ്റോറീസ് ഉണ്ട്, പലരുടെയും സ്റ്റോറീസ് ഉണ്ട്. അതിനകത്ത് 3 പേരുടെ
ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ലെബനോനിൽ ഡ്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി എന്ന് പറയണത് അവരവര് തങ്ങളിലെ കല്യാണം കഴിക്കുള്ളൂ. ആൻഡ് അവർ ഈ പാസ്റ്റ് ലൈഫിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വളരെ പണ്ട് ഇസ്ലാമിന്റെ ഭാഗം മീൻസ് മുസ്ലിംസിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ അതിന്റെ ഭാഗമല്ല. കാരണം മുസ്ലിംസിനെ സംബന്ധിച്ച് അവർക്ക് ഒറ്റ ലൈഫ് ടൈമേ ഉള്ളൂ. എന്നാൽ ഡ്രൂസ് കമ്മ്യൂണിറ്റി പൂർവാധികം ആക്ച്വലി അവർ ഈ ലൈക്ക് പൂർവ്വജന്മങ്ങളെയൊക്കെ വിശ്വസിക്കുകയും പൂർവ്വജന്മങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കുട്ടികൾക്ക്, ധാരാളം കുട്ടികൾക്ക് തങ്ങൾ അതിന് തൊട്ട് മുന്നേ ജീവിച്ചിരുന്ന ലൈക്ക് ലൈഫൊക്കെ ഓർമ്മ വരികയും അതിന്റെ ഇൻസിഡൻസ് ഓർമ്മ വരികയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, ഡ്രൂസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലൊക്കെ റിസർച്ച് ചെയ്യാം എന്നുള്ളതാണ്. റൈറ്റ്? ഓക്കെ. നൗ ഇതിനകത്ത് ആക്ച്വലി ഇദ്ദേഹം ഡോക്ടർ അയാൻ സ്റ്റീവൻസൺ, ഇദ്ദേഹമാണ് സ്റ്റീവൻസൺ ഡോക്ടർ. ഓക്കെ. സോ ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ഒക്കെ പേഴ്സണാലിറ്റി സ്റ്റഡീസിനെ കുറിച്ചായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രിക് മെഡിസിൻസ് അതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് 2007 ഇദ്ദേഹം മരണപ്പെടുന്നത്. യൂറോപ്പിലും ശ്രീലങ്കയിലും ഇന്ത്യയിലുമായിട്ട്, ഇന്ത്യയിൽ മാത്രം 400ഓളം കേസസ് ആണ് ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്തത്. ലൈക്ക് പ്രീവിയസ് ലൈഫ് ഓർമ്മ വന്ന കുട്ടികളുടെ ജീവിതത്തെ കുറിച്ച് ഇദ്ദേഹം പഠിച്ചതും തിരിച്ചറിഞ്ഞതും 400ഓളം കുട്ടികളുടെതാണ്. 65ഓളം ഓട്ടോപ്സി റിപ്പോർട്ട്സ് എടുത്തിട്ടുണ്ട്. ഓട്ടോപ്സി റിപ്പോർട്ട്സ് മീൻസ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന, അതായത് പ്രീവിയസ് ലൈഫിലെ ആൾക്കാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പോൾ ഉള്ള കുട്ടികളുടെ മീൻസ് ഇപ്പോൾ പ്രീവിയസ് ലൈഫ് ഓർമ്മ വന്ന കുട്ടികളുടെ ബർത്ത് മാർക്കും തമ്മിൽ മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് 100% അത് മാച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം 65 കേസസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. റൈറ്റ്? മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? ഓക്കെ. ഓക്കെ. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് സ്പെഷ്യൽ. കാരണം ഇവർക്ക് വേറെന്തെങ്കിലും മാനസിക മീൻസ് ഓരോ കുട്ടികൾക്ക് ഓർമ്മ വരില്ലേ? അപ്പൊ ഈ ഓർമ്മ വരുന്ന കുട്ടികൾ ശരിക്കും മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള കുട്ടികളാണോ? ഒരു സയന്റിസ്റ്റ് എങ്ങനെയാണ് സയന്റിഫിക്കൽ ടെസ്റ്റ് നടത്തുക? വെറുതെ ഓരോരുത്തരും പറയുന്ന കഥകൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ദേ നീഡ് പ്രൂഫ്, ദേ നീഡ് എവിഡൻസ്. അപ്പൊ അവരെല്ലാം നോക്കും എന്തെങ്കിലും മാനസികമായിട്ട് വട്ടുള്ള കുട്ടികളാണോ, ഓർ ലൈക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളാണോ, ഫാന്റസി ആണോ, കഥ പറയുന്നതാണോ, ഈ കുട്ടികൾ പണ്ട് പറയുന്ന കഥകളെല്ലാം എക്സാക്ട്ലി മാച്ച് ചെയ്ത് വരുന്നുണ്ടോ, ഇതെല്ലാം ഇവർ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത ഏകദേശം 3000ഓളം കേസസ് ഉണ്ട്. നമുക്ക് അതിൽ ആകെ 2 കേസ് മാത്രമേ ഞാൻ ഇന്നത്തെ പറയുന്നുള്ളൂ. ഓക്കെ. ഇതാണ് നമ്മുടെ ലെബനനിലെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലെ കുട്ടി. ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽ സുസൻ എന്നാണ് ഈ കുട്ടിയുടെ പേര്. സുസന്നെ. ഈ കുട്ടി ആക്ച്വലി ഫോൺ എടുത്തിട്ട് ആദ്യം വിളിക്കുന്നത് 2 വയസ്സുള്ള സമയത്താണ് ഈ കുട്ടി ഫോൺ എടുക്കുക. ലൈക്ക് തനിയൊക്കെ എഴഞ്ഞു പോയൊക്കെ ഫോണൊക്കെ എടുക്കാൻ പറ്റില്ലേ? അപ്പൊ ആ സമയത്ത് പോയി ഇങ്ങനെ ഫോൺ എടുക്കുമ്പോ പറയാണ് ലൈല ലൈല. എപ്പോഴും ആ കുട്ടി ഫോണിന്റെ അടുത്ത് പോയിട്ട് ഫോൺ എടുക്കുന്ന പറയുന്നത് ലൈല ലൈല എന്നൊരു വാക്കാണ്. പിന്നീട് കുറച്ചുകൂടെ അപ്പൊ പറയും ലൈക്ക് എന്റെ പേര് സുസൈൻ അല്ല, എന്റെ പേര് ഹാനൻ മൻസൂർ ആണ്. അപ്പൊ ഈ സുസൈൻ എന്ന് പറയുന്ന ഇപ്പൊ ഈ ഫോട്ടോ കാണുന്ന കുട്ടി കമ്പാരിറ്റീവ്ലി പാവപ്പെട്ട ഒരു കുട്ടിയാണ്, പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്. എന്നാൽ ഈ കുഞ്ഞ് 2 വയസ്സുള്ള കുഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ കൊച്ചുകുട്ടി. ഈ കുട്ടി പറയണു ഞാൻ ഹാനൻ മൻസൂർ ആണ്, എന്റെ വീട് വലിയ വീടാണ്, എന്റെ ഹസ്ബൻഡ് ഫറൂഖ് മൻസൂർ ആണ്, എന്റെ മക്കൾ ഇവരാണ്, അതിൽ ഒരാളുടെ പേര് ലൈലയാണ്, എന്റെ കുടുംബത്തിലെ 13 പേർ. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഈ കുട്ടി പറയാണ്. എനിക്ക് ഹാർട്ട് സർജറി അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ഹാർട്ട് സർജറി നടന്നപ്പോഴാണ് ഞാൻ ആക്ച്വലി മരണപ്പെട്ടത്. ഹാർട്ട് സർജറി ഫെയിലുവർ ആയി, ഞാൻ മരണപ്പെട്ടു. എന്റെ മകളെ ഞാൻ വിളിക്കുകയാണ്, എനിക്ക് അവരെ കാണണം. അപ്പൊ ആദ്യം ലൈക്ക് പാരന്റ്സ് ഒക്കെ കളിയാക്കൊക്കെയാണ് ഉണ്ടായത്. എന്നാലും അവർ ഈ പൂർവ്വജന്മങ്ങളെ വിശ്വസിക്കുന്നവരായതുകൊണ്ട് അവർ അന്വേഷിക്കാൻ ആരംഭിച്ചു. ഇസ് ദിസ് ട്രൂ? ഇത് ശരിക്കും സത്യമാണ്. ഓക്കെ. ആൻഡ് 1973 കേട്ടോ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു നിങ്ങൾക്ക് എന്റെ തല കുറച്ചുകൂടെ വലുതാവുമ്പോഴത്തേക്കും, എന്റെ തല ഇപ്പൊ വളരെ കുഞ്ഞാണ്, എന്റെ തല വലുതാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ
ഹാനൻ മൻസൂർ ആണെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞു. ഇത് കുറച്ചും കൂടെ ഈ കുഞ്ഞ് വലുതായതിനു ശേഷം ഈ കുട്ടി എല്ലാ ഡീറ്റെയിൽസും പറയുന്ന ഒരു പ്രായത്തിലാണ് ഈ ഫോട്ടോ കാണുന്നത്. സുസൈൻ ഖാനം എന്നാണ് പേര്. ഇതാണ് ഹാനൻ മൻസൂർ. ഇവരാണ് മരണപ്പെട്ടു പോയത്. അവർ ശരിക്കും വലിയൊരു റിച്ച് കമ്മ്യൂണിറ്റി, റിച്ച് ഫാമിലിയിലുള്ളതാണ്. വളരെ റിച്ച്. മൻസൂർ എന്ന് പറയുന്ന വലിയൊരു റിച്ച് ഫാമിലിയിലുള്ളതാണ്. ആൻഡ് ഇവരുടെ മകളാണ് ലൈല. ഇവർ ആക്ച്വലി മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ്, ഹാർട്ട് സർജറിയിലാണ് മരണപ്പെടുന്നത്. മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ലൈല ലൈല എന്ന് മകളെ വിളിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഇവര് ബെഡിൽ കിടന്നിട്ട് താഴെ, മീൻസ് ആ ബെഡിന്റെ അവിടെ നിന്ന് താഴെ വീഴുകയാണുണ്ടായത്. ലൈക്ക് ഹോസ്പിറ്റലിൽ തന്നെ ബെഡിൽ നിന്ന് ഇവർ താഴെ വീഴുകയും ചെയ്തു. ആൻഡ് ലൈക്ക് ദാറ്റ്സ് ഹൗ ഷീ ഡൈ. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയല്ല പറയുന്നത്. സുസൈൻ പക്ഷെ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വീണാണ്, ഞാൻ താഴെ കട്ടിലിൽ നിന്ന് ഞാൻ താഴെ വീണാണ് മരിച്ചത്, കട്ടിലിൽ നിന്ന് ഞാൻ താഴെ വീണാ മരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും പിന്നീട് ടോം ഷ്രോഡറും സ്റ്റീവൻസണും മനസ്സിലാക്കാണ്, അവരുടെ റിസർച്ചിലും അവരുടെ കണ്ടുപിടുത്തത്തിലും മനസ്സിലാക്കാണ് ഹോസ്പിറ്റൽസ് അത് ഹൈഡ് ചെയ്തതാണെങ്കിലും ഇവര് ആക്ച്വലി സർജറി കഴിഞ്ഞതിന് ശേഷം ബെഡിൽ നിന്ന് താഴെ വീണിട്ടാണ് മരണപ്പെടുന്നതെന്ന് ഡോക്ടർ കണ്ടെത്തുന്നുണ്ട്. ഈ ഫേസ്, ദിസ് ഇസ് ലൈക്ക് മരണപ്പെട്ടു പോയ ഹാനൻ മൻസൂർ ആണ് വിവാഹ വസ്ത്രത്തിൽ കാണുന്നത്. ആ ഫേസിന്റെ തന്നെ സിമിലാരിറ്റി നോക്കൂ. ആൻഡ് ഈ സൈഡ് കാണുന്നതാവട്ടെ സുസൻ ഖാനം. ആൻഡ് സുസൻ ഖാനത്തിനെ ആക്ച്വലി തിരിച്ചറിഞ്ഞിട്ട് ഫാമിലി വരാണ്. ലൈക്ക് മൻസൂറിന്റെ ഫാമിലിയിലുള്ളവർ വരാണ്. ആൻഡ് സുസൻ ഖാനം ആക്ച്വലി ഹസ്ബൻഡിനോട്, അതായത് തന്റെ പ്രീവിയസ് ഹസ്ബൻഡിനോട്, അതാണ് രസം കേട്ടോ, പ്രീവിയസ് ഹസ്ബൻഡിന്റെ മടിയിൽ, കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ മടിയിൽ പോയിരിക്കാണ്, തോളത്ത് പോയി കിടക്കാണ്. എന്നിട്ട് ആക്ച്വലി പക്ഷെ ഫറൂഖിനെ സംബന്ധിച്ച് ഇത് റിയലൈസ് ആവുന്നുണ്ട്, വൈഫ് തന്നെ ആണ് എന്ന് റിയലൈസ് ആവുന്നുണ്ട്. പക്ഷേ അവർക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും പ്രായമുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ, നമുക്കൊരു 20-25 വയസ്സുള്ള സമയത്ത് ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ട് പറയാണ്, ഞാൻ എന്റെ അമ്മ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ മാതാപിതാക്കളോ ആരെങ്കിലും പോയിട്ടുണ്ടെന്ന് കരുതും. അപ്പൊ നമ്മുടെ ഏതെങ്കിലും കൊച്ചു കുട്ടികൾ വന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു മൻസൂർ ഫാമിലിയെ സംബന്ധിച്ചതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് അവര് ശരിക്കും തകർന്നു പോവുകയാണ് ചെയ്തത്. അല്ല, ഏറ്റവും രസം എന്ന് വെച്ചാല് സുസൈൻ ഫറൂഖിനോട് പറയാണ്, താങ്കൾ പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം സുസൈൻ തിരിച്ചറിയുകയാണ്, ഫറൂഖ് ഹാനന്റെ, അതായത് പ്രീവിയസ് ആയിട്ട് താൻ ഭാര്യയായിരുന്നപ്പോ അവരുടെ തന്നെ സുഹൃത്തിനെ ഇവരുടെ മരണശേഷം കല്യാണം കഴിച്ചു എന്ന് അറിയാണ്. അത് സുസൈനെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമാണ്. എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് എന്റെ മരണശേഷം വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പ്രയാസം തോന്നാണ്. ഹവർ അത് പിന്നീട് അതങ്ങ് ലൈക്ക് അത് പ്രത്യേകിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്തവർ പറയാണ്, നിങ്ങൾ ആക്ച്വലി ഞങ്ങൾ അങ്ങനെ വാക്ക് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ വിശ്വസിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രസകരമായിട്ട് അവരതങ്ങനെ എഴുതിയിട്ടുണ്ട്. സോ ഈ സ്റ്റോറിയില് ഇതിൽ ആക്ച്വലി സൂസൈന് താൻ ഹാനൻ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഈ ലൈഫ് ടൈം മുഴുവൻ സൂസൈനെ ആക്ച്വലി കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷി റിമെമ്പേഴ്സ് ഹെർ ഹസ്ബൻഡ്. ഫറൂഖിനെ തിരിച്ചറിയുന്നുണ്ട്, മക്കളെ തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും നമുക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ വരാത്തത് ഒരു ഭാഗ്യമായിട്ട് വേണം കരുതാൻ. അത് മാത്രമല്ല, ഫറൂഖിന്റെ ലൈഫിലും പെയിൻ ഉണ്ടാവുകയാണ്. ഈ കുട്ടികളുടെ, ലൈല എന്ന് പറയുന്ന കുട്ടിക്കും ഭയങ്കര വിഷമാണ്. അവരുടെ ലൈഫും വല്ലാത്തൊരു കാരണം നാട്ടുകാർ മുഴുവൻ അറിയണു. ആൻഡ് നാട്ടുകാർക്കും അത് പരിഹാസത്തിനിടയാവുന്നു. കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അച്ഛൻ പുതിയതായിട്ട് കല്യാണം കഴിച്ച സ്ഥലത്ത് പ്രശ്നം ഉണ്ടാവുന്നു. എല്ലാ സ്ഥലത്തും പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. ഇവര് കല്യാണം കഴിച്ച സ്ഥലത്ത് ഇവരുടെ
ആക്ച്വലി ഫാമിലിയില് ഇൻലോസിന്റെ അവിടെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവണു. സോ ദിസ് ആക്ച്വലി ടോർ ദം അപ്പാർട്ട് എന്നുള്ള. ഓക്കെ, പഴയ ലൈഫ് നമ്മുടെ ലൈക്ക് ഇവർ ഓർത്തു വന്നപ്പോഴത്തേക്കും അത് സുഖകരമായിരുന്നില്ല, ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പ്രകൃതി ശരിക്കും നമ്മളെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാത്തത്. അപ്പൊ പഴയതൊന്നും നമുക്ക് ഓർമ്മയില്ലാത്തത് ഒരു അനുഗ്രഹമായിട്ട് തന്നെയും കരുതാം. And let's go to the next story. നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ട് നമ്മൾ പഴയ കാര്യങ്ങളൊന്നും ഓർക്കണില്ല എന്നുള്ളത്. ഇദ്ദേഹം ഡോക്ടർ സ്റ്റീവൻസൺ, ഇദ്ദേഹം പ്രൊഫസറാണ് കേട്ടോ. പ്രൊഫസർ ആക്ച്വലി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താന്ന് വെച്ചാല്, ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ ചോദിക്കും, ഞാൻ എന്തിന് ഐ ബിലീവ് ഇൻ, ഞാൻ ശരിക്കും പൂർവ്വജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് മറ്റൊരു വ്യക്തിയോട് ഞാൻ തെളിയിക്കേണ്ടത്? ഇതൊക്കെ നിങ്ങളോട് തെളിയിക്കേണ്ട ആവശ്യം എന്താണ്? അതേ സമയത്ത് യുഎസും ലെബനോനും തമ്മിലൊക്കെ യുദ്ധം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ അവിടെ ബോംബ് ഷില്ലിംഗ് നടക്കുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇവരോട് ദേഷ്യം വരുന്നുണ്ട്, ലൈക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുന്നുണ്ട്, ഇവരെ ഓട്ടിക്കണം എന്നുള്ള, ലൈക്ക് ഡോക്ടറിനെ ഓട്ടിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഓരോ തലത്തിലുള്ള അവസ്ഥകളും അതിനകത്ത് ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് റീഡ്. ദെൻ എന്നാൽ ആക്ച്വലി വെസ്റ്റേൺ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എന്തിനാണ് പുനർജന്മം ഉണ്ട് തെളിയിക്കുന്നത്? അത് യാഥാർത്ഥ്യമല്ല എന്ന് എനിക്കറിയാലോ. വി നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ട്രൂ. ഓക്കെ, ഫോർ ലൈക്ക് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ദേ ഡോണ്ട് ബിലീവ്. മേ ബി പണ്ട് കാലഘട്ടത്തിൽ ബൈബിളിൽ അതിന്റെ എവിഡൻസസും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ഇപ്പൊ ഉള്ളവരൊന്നും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, മാറ്റി വിശ്വസിക്കുന്നവര്, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ മ്യൂട്ട് ആയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. റൈറ്റ്. സോ എന്തിനാണ് പുനർജന്മം ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത്? കാരണം പുനർജന്മം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പുനർജന്മം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എപ്പോഴും നമ്മൾ വിശ്വസിച്ചത് മാത്രം ശരിയെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം. വളരെ കുറച്ചു പേരാണ് ഞാൻ വിശ്വസിക്കുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ശരികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഇപ്പൊ മലയാളം സംസാരിക്കുന്നില്ലേ? ഈ മലയാളം ഭാഷ നമ്മൾ സംസാരിക്കുന്നത് വളരെ കുഞ്ഞിലെ ആക്ച്വലി നമ്മൾ ഈ ഭാഷ സംസാരിക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് നമ്മൾ മലയാളം പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഇത്രയും എളുപ്പത്തിലും സരളമായിട്ടും ഒക്കെ നമുക്ക് മലയാളം സംസാരിക്കാൻ പറ്റുമോ? ഒരു തമിഴ്നാട്ടിലുള്ള ആളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേശത്ത് ജീവിച്ചു വരുന്ന ആൾക്കാരോ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇത്രയും ഇൻ ഡെപ്തില് മലയാളത്തെ സംസാരിക്കാൻ, മലയാളത്തിൽ അല്ലെങ്കിൽ ഏത് ഭാഷയും നമുക്ക് നേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. ആ ഒരു ലാംഗ്വേജ് ആക്ച്വലി സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ സാധിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമ്മൾ കേൾക്കുകയും കൈകാര്യം ചെയ്യുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്ത കുറേ ആ ഭാഷയാണ് നമ്മുടെ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എളുപ്പത്തിലും ഈസി ആയിട്ടും ഒക്കെ സംസാരിക്കാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ജനിച്ച് കുഞ്ഞുനാള് മുതലേ കേട്ട് വളരുന്ന കുറെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു വിശ്വാസം അത് ശരിയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അത് അത്ര എളുപ്പം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ജസ്റ്റ് ഒരു തുറന്ന മനസ്സോടു കൂടി നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചറിയും. അത് ക്രിസ്ത്യൻസ് ആയിരുന്നാലും ഹൂവർ ഇറ്റ് ഈസ്, തിരിച്ചറിയും പുനർജന്മങ്ങളുണ്ട്, പുനർജന്മങ്ങളും ഉണ്ട്. നമ്മൾ എന്തിനാ അറിയണം? ഓഫ്കോഴ്സ് നമ്മൾ അറിയണം. ഈ മതമാത്സര്യങ്ങളും എല്ലാം ഉപേക്ഷിക്കാനായിട്ടെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, ആ ബുക്കിനകത്ത് കാണാൻ പറ്റുന്ന മറ്റൊരു സ്റ്റോറിയാണ് ഡാനിയൽ ജോർദിയുടെ. ഓക്കെ, ഈ ചെറുപ്പക്കാരൻ ആക്ച്വലി ജനിച്ച സമയം തൊട്ട് പറയാണ്, ഐ ആം റാഷിദ്, ഞാൻ റാഷിദ് ആണ്, റാഷിദ് ഖദീജ് ആണ്, എനിക്ക്
എനിക്ക് ആക്ച്വലി എന്റെ കാറിൽ എന്നെ ഞാൻ മരണപ്പെട്ടു, ഞാൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് വല്ലാത്ത വിഷമവും പ്രയാസവും, ഇത്രയും സ്പീഡിൽ പോയി ഞാൻ മരിക്കേണ്ടി വന്നു, എനിക്ക് അന്നൊക്കെ ഭയങ്കര പ്രയാസമൊക്കെ തോന്നി. സോ ഇദ്ദേഹം ഫോട്ടോയിൽ ഇങ്ങനെ കയ്യിൽ കാണിച്ചിരിക്കുന്നതാണ് മരണപ്പെട്ടു പോയ റാഷിദ് ഖദീജ്. ഇദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇദ്ദേഹം മീൻസ് ഡാനിയൽ തന്റെ മരണസമയത്ത്, റാഷിദ് ആയിരുന്ന സമയത്ത് താൻ മരണപ്പെട്ടത് എങ്ങനെ, തന്റെ വാഹനം ഈ ബീച്ചിന്റെ ഒരു ബീച്ചിന്റെ പേര് പറയാണ്, ആ ബീച്ചിന്റെ അടുത്തൂടെ പോകുമ്പോൾ വളരെ സ്പീഡിലാണ് പോയിരുന്നത്. എന്റെ കസിൻ ഇബ്രാഹിം ആണ് അത് ഓടിച്ചിരുന്നത്. പെട്ടെന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ഞങ്ങളോട് സ്പീഡ് ഡൗൺ ചെയ്യാൻ പറഞ്ഞാണ്. ഞങ്ങളൊരു ഫിയാറ്റെ കാറിലായിരുന്നു, ഞങ്ങളോട് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞു. ഇതിന്റെ ദേഷ്യത്തില് ഞങ്ങൾ എല്ലാവരും ഇബ്രാഹിമിനോട് ഞങ്ങൾ പറഞ്ഞു സ്പീഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഇബ്രാഹിം കുറച്ചും കൂടെ വാശിയോടുകൂടി അവരെ വീണ്ടും ഓവർടേക്ക് ചെയ്യാനായിട്ട് സ്പീഡ് കൂട്ടുകയായിരുന്നു. അങ്ങനെ സ്പീഡ് കൂട്ടിയപ്പോഴത്തേക്കും അത് കർവ്, അതേ സമയത്ത് ഒരു കർവ് ഉണ്ടായിരുന്നു, അവിടെ ആക്സിഡന്റിൽ പെടുകയും 4 പേരും കാറിൽ നിന്ന് തെറിച്ചു പോവുകയും ആൻഡ് അപ്പൊ തന്നെ ബാക്കി 3 പേരെ രക്ഷിക്കാൻ പറ്റിയെങ്കിലും റാഷിദിന്റെ തലയാണ് പോയി റോഡിൽ ഇടിച്ചത്. ആ സമയത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ റാഷിദ് ആക്ച്വലി തന്റെ ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സോൾ ഇങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് സമയം കാണുന്നുണ്ട്. അതിനും 18 മാസങ്ങൾക്ക് ശേഷമാണ് ഡാനിയൽ ജെർദി ജനിക്കുന്നത്. ഓക്കെ, സോ ഹി റിമെമ്പേഴ്സ് എവ്രിതിങ്. ഇബ്രാഹിമിനോടൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്. പിന്നീട് ആക്ച്വലി വളർന്ന കുറെ പ്രായമൊക്കെ ആയതിനു ശേഷം എല്ലാവരും ഡാനിയലിനെ തിരിച്ചറിയുന്നു. ഡാനിയലിന്റെ അമ്മയുടെ അടുത്തോട്ട്, റാഷിദിന്റെ അമ്മയുടെ അടുത്തോട്ട് ഡാനിയൽ പോകുന്നു, അനിയത്തിയെ തിരിച്ചറിയുന്നു. ഇപ്പോ റാഷിദിന്റെ വീട്ടില് ഡാനിയലിന്റെ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ദേ ഓൾസോ നോ ഇത് തന്നെയാണ് ഞങ്ങളുടെ മകൻ റാഷിദ് എന്ന് അവര് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ഫോട്ടോസ് ഒക്കെ വെച്ച് അവർ ശരിക്കും ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. അത്രയും സ്നേഹത്തോട് അവർ മകനായിട്ട് തന്നെയാണ് ഡാനിയലിനെ കാണുന്നത്. ഡാനിയൽ സോ ഹാപ്പി, അവിടെ പോകുമ്പോഴൊക്കെ വളരെ ഹാപ്പിയാണ്. ഇതിൽ രസം എന്താന്ന് വെച്ചാല് കുറെ കാര്യങ്ങൾ ഓർത്തിരിക്കുകയും എന്നാൽ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ പാസ്റ്റ് ലൈഫിലെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡാനിയൽ ഓർക്കണമെന്നില്ല. ഓക്കെ, ഈ നമ്മുടെ ബുക്കിന്റെ ഓഥർ ആയിട്ടുള്ള ടോം ഷ്രോഡർ ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന്റെ മീൻസ് ഒരു അന്വേഷിക്കാൻ പോകില്ലേ, ആ ഒരു അന്വേഷണ ബുദ്ധിയോട് കൂടിയാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കണോ ആൻഡ് എവറിത്തിങ്. ഇറ്റ്സ് പ്രൂവിങ് ഒരു ശരിക്കും പാസ്റ്റ് ലൈഫ് തന്നെയാണ്. ഡാനിയൽ ഇസ് ദി പ്രീവിയസ് ബർത്ത് ഓഫ് റാഷിദ് എന്ന് റിയലൈസ് ചെയ്യാണ്. ഓക്കെ, മറ്റൊരു ഇതുപോലെ ധാരാളം എവിഡൻസസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വാങ്ങി വായിക്കേണ്ട ഒരു ബുക്കാണ്. അത് വാങ്ങാൻ കഴിയില്ലാത്തവർ പാസ്റ്റ് ലൈഫ് സ്റ്റീവൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. പ്ലീസ് ഗോ ആൻഡ് സെർച്ച് വെനെവർ യു ഗെറ്റ് ടൈം. കുറച്ച് സമയമൊക്കെ എടുത്ത് ഇതൊക്കെ റിസർച്ച് ചെയ്യാം. സോ ദാറ്റ് ഇതൊക്കെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള രസം എന്താ അറിയോ, ഇതൊക്കെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു ദേഷ്യമില്ലാത്തൊരവസ്ഥ വരും, ആരോടും വെറുപ്പില്ലാത്തൊരവസ്ഥ വരും. അതെങ്ങനെയാണ് ആരോടും വെറുപ്പില്ലാത്ത അവസ്ഥ വരിക? ആരോടും വെറുപ്പില്ലാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മുടെ അയൽവാസികളായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോ വെറുക്കുന്ന വ്യക്തികളായിരിക്കും പൂർവ്വ ലൈഫ് ടൈമിൽ നമ്മുടെ റിലേറ്റീവ്സ്. നമ്മൾ അറിയില്ലാത്ത, നമുക്കിപ്പോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമുക്കിപ്പോ അവരുമായിട്ട് യാതൊരു മെമ്മറീസും ഷെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിലെ വളരെ 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 പ്രധാനപ്പെട്ടവരായിട്ട് പല ലൈഫ് ടൈമിലും ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിന് മത്സരം, പിന്നെ എന്തിന് യുദ്ധം, പിന്നെ എന്തിന് വാട്ട് ഇസ് ദ റീസൺ ഫോർ ഓൾ ഓഫ് ദിസ്? എന്തിന് എന്റെ ദൈവം വലുത്, എന്റെ രാജ്യം വലുത്, എന്റെ അത് വലുത്, എന്റെ ഇത് വലുത്, എന്റെ സൗന്ദര്യം, എന്റെ വിദ്യാഭ്യാസം, എന്റേത് എത്ര നാൾ എന്റേത് എന്ന് തിരിച്ചറിയാൻ തുടങ്ങും. എത്ര നാൾ എന്റേത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റേത്? ഓക്കെ, റൈറ്റ്. സോ ഹീൽ അവർ ട്രോമാസ്. നമ്മുടെ ഉള്ളിലെ ട്രോമാസും വേദനകളും ഒക്കെ നമ്മള് ഈ ലൈഫ് ബോഡിക്കകത്ത് നമ്മുടെ ആത്മാവ് ഇരിക്കുന്ന സമയത്ത്, നമ്മുടെ ബീയിങ് ഇരിക്കുന്ന സമയത്ത്
മാക്സിമം ഹീൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അനേകം ജന്മങ്ങളില് നമ്മൾ കടന്നു വന്നപ്പോൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ്, പെയിൻ, അതൊക്കെ ഹീൽ ചെയ്യാനാണ്, അതൊക്കെ ശരിക്കും ക്ലെൻസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ശരിക്കും വേണ്ടത്. യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാം. ഇനി മറ്റൊരു എവിഡൻസും കൂടെ, അത് അത് കുറച്ച് ഡിസ്റ്റർബൻസിങ് ആയിട്ട് തോന്നുന്നവർ കാണണ്ട കേട്ടോ. ഞാൻ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ ഉള്ളത് തന്നെയാണ്. അതെന്ന് പറഞ്ഞാല് ഒരു പുള്ളി, അദ്ദേഹത്തിന് ഈ ഭാഗത്തും ഒരു മാർക്കുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് ലൈഫ് ടൈമില് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്ന ഐഡന്റിറ്റിയിലുള്ള മനുഷ്യൻ ഒരു മറ്റുള്ളവരെ ലൈക്ക് കൊള്ളയടിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ പോലീസ് ആക്ച്വലി ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാണ്. ഇവിടെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ ബുള്ളറ്റ് ആക്ച്വലി ഇതുവഴി വന്നിട്ടാണ് പ്രീവിയസ് ലൈഫില് മനുഷ്യൻ മരിക്കുന്നത്. ഈ ലൈഫ് ടൈമിൽ ഈ പേഴ്സൺ ജനിക്കുമ്പോൾ തന്നെ ഇവിടെയും ബർത്ത് മാർക്ക് ഉണ്ട്, ഇവിടെയും ബർത്ത് മാർക്ക് ഉണ്ട്. ബുള്ളറ്റ് എതുവഴി പുറത്തിറങ്ങി ആ രണ്ട് സ്ഥലത്തും ബർത്ത് മാർക്കോട് കൂടിയാണ് ജനിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫോട്ടോസ് ഐ ജസ്റ്റ് ഷെയർ. ഇതിനകത്തുള്ളതാണ്, ദിസ് ഇസ് ദ പേഴ്സൺ. ഇദ്ദേഹമാണ് ലാസ്റ്റ് ലൈഫ് ടൈമിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ. ലാസ്റ്റ് ലൈഫ് ടൈം ഇദ്ദേഹത്തിനെയാണ് പോലീസ് ആക്ച്വലി കൊല്ലുന്നത്. ഈ ലൈഫ് ടൈമിൽ ദിസ് ഇസ് ദ പേഴ്സൺ. അദ്ദേഹത്തിന് ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, അതോടൊപ്പം ശിരസിന്റെ പുറകിലും മാർക്ക് ഉണ്ട്. നോക്കൂ, ഈ തലത്തിലാണ് ബുള്ളറ്റ് ഷോട്ട് ഏറ്റ് അദ്ദേഹം മരണപ്പെടുന്നത്. അതേ തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ലൈഫ് ടൈമിൽ കടന്നു വന്നപ്പോഴും ബോഡിയിൽ ബർത്ത് മാർക്കോട് കൂടി ജനിക്കുന്നത്. ഓക്കെ, സോ ലൈക്ക് വൈസ് നമ്മുടെ ബർത്ത് മാർക്സ് ഓൾസോ, നമ്മുടെ ശരീരത്തിലെ ബർത്ത് മാർക്കും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഡെത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ബർത്ത് മാർക്ക് പോലും നമ്മുടെ ബോഡീസിൽ എവിഡന്റ് ആണ്. ഓക്കെ, സോ പാസ്റ്റ് ലൈഫോ പൂർവജന്മങ്ങളോ ഇല്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ബുക്സ് വാങ്ങി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ലെറ്റ് ദം റീഡ്. അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എങ്കിൽ മലയാളത്തിൽ ധാരാളം കുട്ടികൾ ആക്ച്വലി യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോസോ എനിക്ക് അയച്ചു കൊടുക്കാം. ഒരു വ്യക്തിക്ക് ഇതൊന്നും ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നടക്കുന്നവർ ആക്ച്വലി എന്ത് കണ്ടാലും അവർ ശരിയില്ല എന്നേ പറയുന്നു. ഓക്കെ, എന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നവർ ആക്ച്വലി അത് യാഥാർത്ഥ്യങ്ങളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. എന്നാൽ നമ്മള് ബ്ലൈൻഡ് ആയിട്ട് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ വി ഹാവ് ടു റിയലി ഗോ ആൻഡ് സീക്ക് ഇസ് ദിസ് ട്രൂത്ത്. കാരണം മറ്റെല്ലാം ഇവിടെ നിന്ന് നമ്മൾ ഉപേക്ഷിച്ചല്ലേ പോവേണ്ടേ? ആണോ? നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ്? എന്താ കൊണ്ടുപോവാ? വീടാണോ? നമ്മുടെ എഡ്യൂക്കേഷൻ ആണോ? പണം? ബാങ്ക് ബാലൻസ്? നമ്മുടെ സൗന്ദര്യം? നമ്മുടെ പേര്? നമ്മുടെ ഫാമിലിയിലെ എല്ലാ ആൾക്കാരെയും കൊണ്ടുപോകുമോ? നോ, വി ജസ്റ്റ് ഗോ. ഓക്കെ, അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയം വരെയും വളരെ ശാന്തമായിട്ട് എല്ലാവരുമായിട്ട് സ്നേഹത്തിലും എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടും എല്ലാവരുമായിട്ടും നല്ല രീതിക്കും. നോക്കൂ, എത്ര തരത്തിലുള്ള എല്ലാവർക്കും ഒരു വെളിച്ചമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് വീഡിയോസ് പോലും ഇടുന്നത്. അപ്പൊ അതിന്റെ താഴെ പോലും വന്നിട്ട് ഓരോരുത്തരും ഇടുന്ന മെസ്സേജസ് കാണുക. ഏതൊക്കെ തലത്തിലൊക്കെയാണ് ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, സോ ഇതൊന്നും വായിച്ചിട്ടില്ലാത്ത, ഒരു ബുക്ക് മാത്രം വായിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ 2 ബുക്ക് മാത്രം വായിച്ചിട്ടുള്ളവർക്ക് പല ബുക്സിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെയും നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പോലും സീ ഹൗ പീപ്പിൾ ആർ റെസ്പോണ്ടിങ്. അപ്പൊ ഇവർക്കും ബോധം ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഒരു നാൾ എപ്പോഴെങ്കിലും, ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇവർക്കും ബോധം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഓരോ ആൾക്കാരും സ്ത്രീയെന്നോ പുരുഷനെന്നോ മുതിർന്നവരെന്നോ അല്ലെങ്കിൽ ലൈക്ക് ആരുടെയും ഡിഗ്നിറ്റി നോക്കാണ്ട് എന്തുമാത്രം
വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വിമർശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിമർശിക്കാം, പക്ഷെ വിത്ത് റെസ്പെക്ട്. ഒരു വ്യക്തിയെ നമുക്ക് വിമർശിക്കാം വിത്ത് റെസ്പെക്ട്. പക്ഷെ എത്ര എത്ര ഹീനമായ വാക്കുകൾ യൂസ് ചെയ്തും ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ളവര് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ചുറ്റും കാണുന്നുണ്ട് എന്തുമാത്രം പെയിൻഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ചുറ്റിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിനുപരി നമുക്ക് ഒരുപക്ഷെ കാണുമ്പോൾ പ്രയാസം തോന്നുന്ന നാച്ചുറൽ കലാമിറ്റീസ്, അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ മനുഷ്യർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഒരു സൈഡിൽ കൂടി, മറ്റൊരു സൈഡിൽ കൂടി മനുഷ്യരുടെ യുദ്ധം, മറ്റൊരു സൈഡിൽ കൂടി ആത്മസംഘർഷം, മറ്റൊരു സൈഡിൽ കൂടി ലൈക്ക് ജീവിക്കാൻ കഴിയാത്തതിന്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ. യു ഹാവ് ടു ആസ്ക് വൈ. എന്തിന് 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 ഞാൻ ഈ പെയിനിലൂടെ കടന്നു പോകും? വൈ. സോ ശരിക്കും നമ്മുടെ ഇന്നർ ഹീൽ ചെയ്തിട്ടേ ഇരിക്കുക. ഓക്കെ, ഇന്നർ സെൻസ് എപ്പോഴും ഹീൽ ചെയ്തിട്ടേ ഇരിക്കുക ടു ഗെറ്റ് എ ബെറ്റർ. ശരിക്കും ബോധത്തിന്റെ ലോകത്ത് നമ്മൾ കടന്നു വരിക തന്നെ വേണം. അത് നമ്മുടെ ശരീരത്തിലായിരിക്കുമ്പോഴാണ് സാധിക്കുക കേട്ടോ. കൂടുതൽ 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 ബോധവാന്മാരാവുക എന്നുള്ളത് നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോഴാണ് സാധിക്കുക. എല്ലാരും പറയുന്ന ഒരു കാര്യം കേട്ടിട്ടില്ലേ? ഗുഡ് പീപ്പിൾ ഗെറ്റ് ഗുഡ് തിങ്സ്. നല്ല ആൾക്കാർക്ക് നല്ലത് സംഭവിക്കും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിച്ചത് നമുക്ക് നല്ലത് സംഭവിക്കാനായിട്ട്? സോ അതിനെക്കുറിച്ചൊക്കെ ശരിക്കും നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പഠനം നടത്തണം. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചിട്ടാണ് ഞാൻ നല്ലതാണെന്ന് തീരുമാനിക്കപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ട്? സോ ഇതൊക്കെ ക്ലെൻസ് ചെയ്യാൻ, ഇതൊക്കെ മാറ്റാനൊക്കെ മാർഗങ്ങളുണ്ടോ? യെസ്, ദർ ആർ ലോട്ട് മെനി മാർഗങ്ങളുണ്ട്. യു ക്യാൻ ചൂസ്. ഓക്കെ, റൈറ്റ്. So thank you so much for joining. എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഞാൻ മലയാള ഭാഷയിൽ തന്നെ അല്ലേ ക്ലാസ്? ഹലോ മാം. ചോദിക്കും മാഡം. മാത്രമേ ഇത് അറിയാൻ സാധിക്കുന്നത്, മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കണം. അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഒരു മാഡത്തിന്റെ സൗണ്ട് ആണല്ലോ കേട്ടത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് സാറിന്റെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ചോദിക്കും മാഡം. ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടല്ല. എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഞാൻ ഇപ്പൊ മാം സംസാരിച്ച ബുക്കിനെ റിലേറ്റ് ചെയ്തിട്ടല്ല, അതെനിക്ക് ക്ലിയർ ആണ്. അതിന് റിലേറ്റ് ചെയ്തല്ല ചോദിക്കാൻ വന്നത്. മാമിന്റെ ക്ലാസ് ഏത് ആയിരിക്കും നല്ലത് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ? ഏത് ക്ലാസ് ആയിരിക്കും നല്ലതെന്നോ? ഐ മീൻ ഞാൻ കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ആക്സസ് ബാർ എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ധാരാളം പേരെ എനിക്കറിയാം, ഫ്രണ്ട്സ് ഇത് ചെയ്തത്, അവര് കോഴ്സ് ചെയ്യണവരെയും അറിയാം. അപ്പൊ ഏറ്റവും ആദ്യം ആക്ച്വലി ആക്സസ് ബാർസിന്റെ ക്ലാസ് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അതാണ് നമ്മുടെ എല്ലാ ബോധത്തെയും ശരിക്കും പിടിച്ചു കുലുക്കുന്ന ഒരു ക്ലാസ് ആണത്. അതിനുശേഷം ഫേസ് ലിഫ്റ്റ് ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് തുടങ്ങും. ആദ്യമേ ഫേസ് ലിഫ്റ്റ് ക്ലാസ് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആക്സസ് ബാർസ് പഠിച്ചവർക്ക് മനസ്സിലാകുന്നത് പോലെ ഡയറക്റ്റ് ഫേസ് ലിഫ്റ്റ് ക്ലാസ്സിൽ വരുന്നവർക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ജന്മങ്ങളില് വളരെ എന്താ പറയാ യോഗ പോലുള്ളതോ ലൈക്ക് മെഡിറ്റേഷനോ ധ്യാനമോ ഒക്കെ ചെയ്ത്, നമ്മൾ ഈ ലൈഫ് ടൈമിലൊന്നും അല്ലല്ലോ മെഡിറ്റേഷനും ധ്യാനവും ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി അനേകം ജന്മങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഫേസ് ലിഫ്റ്റ് ക്ലാസ്സിൽ വന്നാലും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. മാം, അപ്പൊ ഇനി ഞാൻ എറണാകുളത്തായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യണത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒറ്റ മീൻസ് എല്ലാ ക്ലാസ്സും ഒറ്റ സീരീസിലായിരിക്കും മാം ചെയ്യണത്? ഞാൻ എറണാകുളത്ത് വരുമ്പോഴത്തേക്കും ആക്ച്വലി ക്ലാസ്സസ് അനൗൺസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് മാഡത്തിന് ഏതൊക്കെ ചൂസ് ചെയ്യണമോ അത് ചൂസ് ചെയ്യാം. ആൻഡ് മാഡത്തിന്റെ ചോയ്സ് ആണ്, ഒരുമിച്ച് വേണോ അതോ ലൈക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ജോയിൻ ചെയ്യണോ എന്നൊക്കെയുള്ള എല്ലാം മാഡത്തിന്റെ മനസ്സിൽ എന്താണോ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, സമാധാനമായിട്ട് ഫീൽ ചെയ്യുന്നത് അതുപോലെ ചൂസ് ചെയ്യാം. മാഡത്തിന്റെ മനസ്സിൽ ക്ലാസ് അല്ല. ഓക്കെ, ഞാൻ വിചാരിച്ചൊരു കോഴ്സ് ആയിരിക്കും, നമ്മൾ അതിൽ ജോയിൻ ചെയ്യണതായിരിക്കും എന്നാ വിചാരിച്ചു.
ഇതെല്ലാം ക്ലാസ്സസ് തന്നെയാണ്. അപ്പൊ ഒന്നിൽ ജോയിൻ ചെയ്തിട്ട് ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ആക്ച്വലി ലൈക് സ്ക്രിപ്റ്റേഴ്സിൽ എഴുതിയിരിക്കുന്നതല്ല കേട്ടോ. ഓക്കെ, അതിലും ഉപരിയായിട്ടുള്ള കുറെ കാര്യങ്ങളും ഓക്കെ മീൻസ് അതായത് സ്ക്രിപ്റ്റേഴ്സിൽ എഴുതി നമ്മൾ പഴയ ലൈഫ് ടൈമിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രയാസങ്ങൾ കാരണമാണ് ഈ ലൈഫ് ടൈമിൽ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. ആ ഒരു ചിന്താഗതി അല്ല ആക്സസിന് കോൺഷ്യസ്നസ്സിനുള്ളത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ജീവിത മീൻസ് അത് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. ചെയ്തു പോയിട്ടുള്ള തെറ്റിന് മീൻസ് ചെയ്യുന്ന പ്രയാസങ്ങൾക്ക് അനുഭവിക്കുന്ന മറ്റൊരു കാര്യം. പക്ഷെ അതിലും ഉപരി ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. റൈറ്റ്, അത് നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ മാഡം. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സെപ്റ്റംബർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, നൗ വിശ്വകുമാരൻ നായർ സാറിന്റെ ക്വസ്റ്റ്യൻ. സാർ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാമോ? അതായത് ചില ആൾക്കാർക്ക് മാത്രം ഇങ്ങനെ ഇത് പൂർവ്വജന്മത്തെ കുറിച്ച് ഓർക്കുന്നു, അതിനെന്താണ് റീസൺ? എല്ലാവർക്കും വരുന്നൊരു വലിയൊരു ഡൗട്ടാണ് ശരിക്കും പറഞ്ഞാൽ, എന്തുകൊണ്ട് ചിലർക്ക് മാത്രം പൂർവ്വജന്മങ്ങളെ ഓർമ്മ വരുന്നു എന്നുള്ളത്. അതിലൊന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു മാൽ ഫങ്ഷനിങ് ഡിഫക്റ്റ് എന്നാണ് ഈ ബുക്കിനകത്ത് പറയുന്നത്. അതായത് ഓർമ്മ വരുന്നത് വലിയൊരു ഗ്രേറ്റ് കാര്യമൊന്നും അല്ല. ഓർമ്മ വരുന്നത് ശരിക്കും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്നാണ്. അല്ലെങ്കിൽ നോക്കൂ, ഈ രണ്ട് കേസസിലും ഇപ്പോ സുസൈനെ സംബന്ധിച്ച് സുസൈനായിട്ട് ജീവിക്കാൻ സുസൈന് പറ്റുന്നില്ല. ഹാനൻ ആണെന്ന് ഓർമ്മ വരുന്നു, അത് കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നു. അതോടൊപ്പം ഡാനിയലിന് ഡാനിയലായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഡാനിയലിന് ആക്ച്വലി താൻ പ്രീവിയസ്ലി ആരായിരുന്നു എന്ന് ഓർമ്മ വരുന്നു, അത് കാരണം പകയും ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാവണം. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ദാറ്റ് വി ഡോണ്ട് റിമെമ്പർ. അതൊരു പണിഷ്മെന്റ് പോലെ, അതൊരു പണിഷ്മെന്റ്, എന്താണ് അതൊരു പണിഷ്മെന്റ് പോലെയായോ? അത് ഒരു പണിഷ്മെന്റ് പോലെയല്ല. സത്യത്തിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ വളരെ അതായത് ജനിക്കുന്ന ആ സമയത്തൊക്കെ നമുക്കും നമ്മുടെ പ്രീവിയസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. അതായത് നമ്മൾ പെട്ടെന്നാണ് ജനിക്കണതെങ്കിൽ നമുക്ക് ഓർമ്മ വരും. എന്നാൽ ഇതൊന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തൊന്നും ആയിരിക്കില്ല നമ്മൾ ഇരിക്കുക. റൈറ്റ്, നമുക്ക് ഭാഷ അറിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതൊന്നും നമുക്ക് അറിയില്ല. ഇനി നമുക്കത് അങ്ങനെ കുറച്ചൊക്കെ ഓർമ്മ വന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പയും പറയാൻ തുടങ്ങിയാൽ പോലും മീൻസ് ഓർമ്മ വന്നാൽ പോലും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ അതൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല എന്നുള്ളതാണ്. റൈറ്റ്, രണ്ടാമത്തത് നമ്മൾ കുറച്ചും കൂടെ ബോധമുള്ള ആൾക്കാർക്ക് മേ ബി കൂടുതൽ ഓർമ്മ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഡെത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഡെത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർക്കൊക്കെ തങ്ങളുടെ പ്രീവിയസ് നെക്സ്റ്റ് ലൈഫൊക്കെ പെട്ടെന്നൊക്കെ ഓർമ്മ വരാറുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ട് ഓർമ്മ വരണോ ഓർമ്മ വരണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പേഴ്സന്റെ എബിലിറ്റി ആണ്. അത് നമുക്ക് അളക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നു, എന്തുകൊണ്ട് ഞാനൊരു അത്ലറ്റിക് ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അത്ലറ്റിക് ആവാൻ പറ്റുമോ? എല്ലാ മനുഷ്യർക്കും ക്ലാസ് എടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും പാട്ട് പാടാൻ, എല്ലാവർക്കും എന്തുകൊണ്ട് പാട്ട് പാടാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് എല്ലാവർക്കും നൃത്തം ചെയ്യാൻ കഴിയുന്നില്ല? അതുപോലെ തന്നെയാണ് എല്ലാവർക്കും എല്ലാം ഓർമ്മ വരുന്നില്ല. വളരെ കുറച്ചു പേർക്ക് എല്ലാം ഓർമ്മ വരുന്നു. ആ ഓർമ്മ വരുന്നതെല്ലാം ശരിക്കും നമ്മളെ കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് പ്രകൃതി തരുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമുക്കും തിരിച്ചറിയാനായിട്ട് പ്രകൃതി കുറച്ചു പേർക്ക് ആ ഓർമ്മ കൊടുത്തു എന്ന് കരുതിയാൽ മതി. ആക്ച്വലി വി ഓൾ നോ എവ്രിതിങ്. നമ്മൾ കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആരായിരുന്നു എന്ന് ശക്തമായി ചോദിച്ചു കിടന്നാൽ വളരെ വിയേർഡ് ആയിട്ടുള്ളതും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളതും സുഖകരമായിട്ടുള്ളതും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് യു. ഓക്കെ, റൈറ്റ്. എളുപ്പമാണ് സത്യത്തിൽ കണ്ടുപിടിക്കാനായിട്ട്, പക്ഷെ പ്രകൃതി നമുക്ക് തന്നേക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. യു ഫോർഗെറ്റ് ഇറ്റ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വൺ. ബി ഇൻ ദ പ്രസന്റ് മൊമെന്റ്. പ്രകൃതി നമ്മളോട് പറയുന്നത്, ഈശ്വരൻ നമ്മളോട് പറയുന്നത് ഈ നിമിഷത്തിലായിരിക്കുക, എൻജോയ് ദിസ് മൊമെന്റ്. പക്ഷെ നമ്മൾ അതല്ല ചെയ്യാം. ഓക്കെ, വിശ്വകുമാരൻ നായർ സർ. Yes, thank you. Alright, okay. Anybody else? വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? മാഡം നമസ്കാരം, ഞാൻ ജയകുമാറാണ്. ചോദിക്കൂ സർ. മാഡം 25-ാം തീയതി ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ.
25-ാം തീയതി നമ്മുടെ ഉള്ളിൽ തന്നെയും സമ്പത്തിനെ ഇൻവോക്ക് ചെയ്യുന്ന ശക്തിയുണ്ട്. ഓക്കെ, അവർ ബോഡി ഈസ് സോ പവർഫുൾ. നമ്മൾ ഭയങ്കര ശക്തിയുള്ളവരാണ്, റൈറ്റ്? അപ്പോ അതിന്റെ ക്ലാസ് ആണ്, ആ മാജിക്കൽ മിറക്കിൾസിലോട്ട് പോകുന്ന ഒരു ക്ലാസ് ആണ് 25-ാം തീയതിയുള്ള ക്ലാസ്. രാവിലെ 9 മണി തൊട്ട് 1 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. ഓക്കെ, അതെവിടെ വെച്ചാ മാഡം? അത് സെയിം സാർ പങ്കെടുത്ത സെയിം ഹോട്ടലിൽ തന്നെയാണ്. ഓക്കെ, ആ റിപ്പീറ്റ് ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ലേ? റിപ്പീറ്റ് ക്ലാസ് ഇപ്പൊ ഇല്ലല്ലോ, നെക്സ്റ്റ് മന്ത് അല്ലേ ഉള്ളൂ. അപ്പൊ പങ്കെടുത്തോളൂ. ഓ, ഓക്കെ 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 ഓക്കെ, താങ്ക് ഓക്കെ, യു. സാറിന് ക്ലാസ് ഇഷ്ടായോ? യെസ് മാഡം. ഓക്കെ ഓക്കെ, താങ്ക് എന്ത് പിന്നെ ഓക്കെ, താങ്ക് യു. 26-നുള്ള ക്ലാസ്സോ? റൈറ്റ്, താങ്ക് യു 26-നുള്ള ക്ലാസ്. താങ്ക് യു. എന്താണ് സർ? 26-നുള്ള ക്ലാസ്. 26-നും നമുക്ക് ആക്ച്വലി കൂടുതൽ അവയർനെസ് തരുന്ന ക്ലാസ് ആണ്. സി നോക്കൂ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അവയർനെസ് ആണ്. ഒരു യോഗികൾക്ക് ഓർ ലൈക്കിനോ ഋഷീശ്വരന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന ബോധത്തിൽ നമ്മൾ എല്ലാവരും എത്തിപ്പെടണം. ആ ബോധമില്ലായ്മ കാരണമാണ് നമ്മൾ ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ 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 ശരിക്കും നമ്മുടെ ഉൾക്കാഴ്ച വർദ്ധിക്കാൻ കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ആ ക്ലാസ്. 26-നുള്ള ക്ലാസ്. എല്ലാ ക്ലാസ്സും എനിക്ക് ഏതൊരു ക്ലാസ് ആക്സസിന്റെ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒരു ക്ലാസ് പോലും ഇറ്റ്സ് വെരി പവർഫുൾ, വെരി വെരി പവർഫുൾ. ഞാനൊന്നും മിസ്സാക്കാറില്ല. ഓക്കെ, ഇനി ഒരു യാഥാർത്ഥ്യം കൂടി പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. We all are magically miracle. നമ്മളെല്ലാവരും നമ്മളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. മറ്റെന്തിനേക്കാളും പ്രയോറിറ്റി നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് സമയം കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ജേർണി ഓഫ് സോൾസിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് അതിലെ ആദ്യത്തെ ഒരു ഇൻസിഡന്റിനകത്ത് അവർ ആക്ച്വലി പറഞ്ഞത് അവരുടെ ലാസ്റ്റ് ലൈഫ് ടൈമിൽ അവര് സഹസ്രാര ചക്ര വഴി സോള് പുറത്തിറങ്ങി എന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്. ഒരു മാഡം ആക്ച്വലി, അപ്പൊ പലരും അതിനകത്ത് കമന്റ് എഴുതിയതിനകത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പറയുന്നതാണ് കേട്ടോ ഇത്. അവരെ കമന്റിൽ എഴുതിയിട്ടുണ്ട് അത് യോഗികൾക്കും അല്ലെങ്കിൽ സമാധി ആവുന്നവർക്ക് മാത്രമേ സഹസ്രാര ചക്രയിലൂടെ എന്ത് പോളൂ, ലൈക്ക് ആത്മാവ് പുറത്തോട്ട് ഇറങ്ങുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എത്ര കണ്ട് അത് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, എത്ര കണ്ടത്. കാരണം എൻ്റെ തന്നെ ഈ ലൈഫ് ടൈമിൽ എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ഒരു ലൈക്ക് ഞാൻ എൻ്റെ സഹസ്രാര ചക്രയിലൂടെ പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ ഉള്ളിലോട്ട് കയറിയതിന്റെ അനുഭവം എനിക്കുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് യോഗികളായിട്ടുള്ളവർ മാത്രമേ ഇറങ്ങുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. എത്രയോ കോടിക്കണക്കിന് മനുഷ്യരാണ് ഓരോ ദിവസം. പീപ്പിൾ ക്യാൻ ഗോ ത്രൂ ഡിഫറെന്റ് വേസ്. അത് ഇതിലോ ഇങ്ങനെ പറ്റൂ. There is nothing like that we can say that only this is true. No, we can actually travel through many ways. Okay, right? So I have this experience. അത് ആക്ച്വലി ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ല, പക്ഷെ അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ അത് മാറ്റി. വി ആർ നോട്ട് ലെസ് ദാൻ എനിബഡി. ഓൾറൈറ്റ്, ശരി. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രകാശം ഇങ്ങനെ ജ്വലിച്ച് നമ്മുടെ എല്ലാ കോശങ്ങളിലേക്കും നിറഞ്ഞു ശരീരം മുഴുവൻ പ്രകാശമായി നമ്മുടെ ചുറ്റിനും പ്രകാശം നിറഞ്ഞു നമ്മുടെ കരങ്ങളിലൂടെ ഈ ദേശം മുഴുവൻ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്നതായി നമുക്ക് സങ്കല്പിക്കാം. ഇന്ത്യ ഫുള്ളും എല്ലാ ഭൂഖണ്ഡങ്ങളിലോട്ടും ആ പ്രകാശം വ്യാപിക്കും. And the whole earth.
ആൻഡ് ഈ ഭൂമിയിൽ ഏതെല്ലാം പ്ലാനറ്റ്സ് ഉണ്ടോ അതെല്ലാം, ഈ ഭൂമിയിലല്ലേ പ്രപഞ്ചത്തിൽ ഏതെല്ലാം പ്ലാനറ്റ്സ് ഉണ്ടോ, ഏതെല്ലാം ഗ്രഹങ്ങളുണ്ടോ, ആ എല്ലാ ഗ്രഹങ്ങളിലോട്ടും നക്ഷത്രങ്ങളിലോട്ടും എല്ലാത്തിലോട്ടും പ്രകാശം ജ്വലിക്കുന്നതായി. വളരെ പ്രഭേറിയ ഒരു ദിവ്യ വളയം കൊണ്ട് നമ്മെ ഇങ്ങനെ ചുറ്റി ആ പ്രകാശദ്വാരയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് നമ്മൾ പ്രകാശിച്ചു നിൽക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കൈകൾ കൂട്ടിത്തിരുമി ഫേസിൽ തൊട്ടുകൊണ്ട് നല്ലൊരു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറന്നു. Thank you, ma'am. Thank you, thank you, thank you. Do this every day. Thank Thank you so you. Thank you. much. Thank you. Thank you, ma'am. Thank you, Thank ma'am. you all. Thank Thanks you so so much. much. Thank Thank you.